ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഇത്തവണ SSLC അറബിക് എക്സാം, ഈ ക്രിസ്മസ് എക്സാമിന് എഴുതാൻ പോകുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നെ പരിചയമില്ലാത്ത ആളുകൾക്കൊന്ന് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് സഹീർ, ഞാൻ സഹീർ സാറാണ്. ഓക്കെ, പല ആളുകളും എന്നെ അറിയുക എഡ്യൂപോർട്ടിൻ്റെ അറബിക് സാർ എന്ന നിലക്കായിരിക്കും. എന്തായിരുന്നാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സാർ, SSLC എക്സാം, ക്രിസ്മസ് എക്സാമിന് അറബിക്ക് ടഫായിരിക്കും എന്ന്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ക്വാർട്ടർലി എക്സാമോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനോട് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കുറച്ച് ടഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറബിക്ക് എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം നേരത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ അറബിക് ക്ലാസ്സിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു ടെൻഷൻസും ഇല്ലാതെ വളരെ ഈസി ആയിക്കൊണ്ട് എത്ര ടഫുള്ള എക്സാം ആണെങ്കിലും അത് ഈസി ആയിട്ട് എഴുതാൻ കഴിയും എന്നുള്ളതാണ് സാർ നിങ്ങളോട് പറയുന്നൊരു ഉറപ്പ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ് നിങ്ങൾ എഡ്യൂപോർട്ടിൽ അറബിക്ക് ഓണം എക്സാമിന് കണ്ട ആൾക്കാരുണ്ടാവും, 9ാം ക്ലാസ്സിൽ കണ്ട ആളുകളുണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓണം എക്സാമിനൊക്കെ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലൊക്കെ എഡ്യൂപോർട്ടിൻ്റെ അറബിക് ക്ലാസ് പോയി കണ്ട് എക്സാം എഴുതിയ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ വന്നാലും നാളത്തെ നിങ്ങളുടെ പരീക്ഷയിൽ നിർബന്ധമായിക്കൊണ്ടും വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഈ രീതിയിൽ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാല് ചോദിച്ചുകൊണ്ട് ബ്രാക്കറ്റിലൊരു വേർഡ് കൊടുത്തു, അതിൻ്റെ ഹാല് പൂരിപ്പിക്കാനുള്ള 1-2 ക്വസ്റ്റ്യൻസ്, അത് വൺ വേർഡായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഹാലിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും നാളത്തെ നിങ്ങളുടെ അറബിക് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനുള്ള, അത് ഏതെങ്കിലും രീതിയിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ബോക്സ് വരച്ചിട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പൂരിപ്പിക്കാനായിരിക്കും, ഏതെങ്കിലും രീതിയിൽ മുദക്കറായിട്ടുള്ള പുല്ലിംഗമായിട്ടുള്ള വാക്കുകൾ എഴുതാനും അതേപോലെ തന്നെ സ്ത്രീലിംഗമായിട്ടുള്ള വാക്കുകൾ എഴുതാനുമുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നാളത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, ദെൻ മറ്റൊന്ന്, ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ തന്നുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്താനുള്ള ചില ചോദ്യങ്ങളും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും അറബി പരീക്ഷയിൽ ഉണ്ടാകും. മറ്റൊരു കാര്യം, ഏതൊക്കെ രീതിയിലാണെങ്കിലും കവിതയുടെ ആശയം കണ്ടെത്താനുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളത്തെ അറബി പരീക്ഷയിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യം, ആരെങ്കിലും ആയിക്കൊണ്ട് ഉള്ള ഒരു ഹിവാർ, ഏതെങ്കിലും സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഒരു ഹിവാർ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാകും. ഞാൻ പ്രത്യേകം പറയുന്നു, പല ആളുകളും ഹിവാർ എന്നത് കണ്ടാൽ തന്നെ അത് ഒഴിച്ചിടും, എനിക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞപ്പോൾ +1 എക്സാം കഴിഞ്ഞു, 8ാം ക്ലാസ് അറബി എക്സാം കഴിഞ്ഞു, 2 ക്ലാസ്സിലെ കുട്ടികൾ ഒരേപോലെ പറഞ്ഞത് എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ് കണ്ടു പോയത് കൊണ്ട് മാത്രം ഹിവാർ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഹിവാർ ഒന്നും അറിയാത്ത കുട്ടികൾക്കും ഈസി ആയിട്ട് എഴുതാനുള്ള ടെക്നിക്കൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടാകും. യെസ്, ദെൻ മറ്റൊന്ന് നിർബന്ധമായിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രാം നോട്ടീസ് ബർനാമിജ് എഴുതാൻ, അത് പൂരിപ്പിക്കാനോ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാനോ ഒക്കെ രീതിയിൽ ബർനാമിജ് എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യും, ചോദിക്കും, പരീക്ഷയിൽ ചോദിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫോ തന്നിട്ട് അതിലെ സ്ത്രീയെ പുരുഷനാക്കിയിട്ട് പുരുഷനെ സ്ത്രീയാക്കി മാറ്റി എഴുതാനുള്ള അനിവാര്യമായ മാറ്റങ്ങൾ കൂടി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനും നാളെ നിങ്ങൾ അറബി പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും. മറ്റൊരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഡാറ്റ തന്നിട്ട് ആ ഡാറ്റനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നാളെ നിർബന്ധമായിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാവും. ഇതും എങ്ങനെ ഈസി ആയിട്ട് എഴുതാമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിൽ നിർബന്ധമായി വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഒഴിവാവില്ല, ഖുതുബ, സ്പീച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരും. പല ആൾക്കാരും ചോദിക്കും, സാർ സ്പീച്ച് എഴുതാൻ അറിയില്ല, അറബിയല്ലേ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അറബി ഒന്നും അറിയാത്ത ആളുകൾക്കും ഈസി ആയിട്ട് സ്പീച്ചിൽ മാർക്ക് വാങ്ങാനുള്ള എല്ലാ ടെക്നിക്കുകളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയാം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു പാരഗ്രാഫോ ഒരു സെൻറ്റൻസോ കവിതയോ തന്നുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇതേപോലെ സെൻറ്റൻസിൽ ചില മിസ്റ്റേക്കുകൾ തന്നുകൊണ്ട് അതിൽ പ്രോപ്പർ അല്ലാതെ വെർബുകൾ പ്ലേസ് ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സ്വഹീഹ് ആക്കി മാറ്റാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നാളെ പരീക്ഷയിൽ നിർബന്ധമായിട്ട്, ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ആ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ നിർബന്ധമായി നിങ്ങൾ കാണും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഏത് ക്വസ്റ്റ്യനും വന്നോട്ടെ, അറബി അറിയാത്ത ആളുകളായിക്കോട്ടെ അറബി അറിയുന്ന ആളുകളായിക്കോട്ടെ, എഡ്യൂപോർട്ടിൻ്റെ അറബി ക്ലാസ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ നടക്കുന്ന ലൈവിലേക്ക് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ധൈര്യമായിട്ട് പോരൂ. സാറിൻ്റെ ഉറപ്പാണ്. സാർ എങ്ങനെ ഉറപ്പ് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, എഡ്യൂപോർട്ടിൽ അറബിക്ക് എടുക്കുന്ന ഒരുപാട് കുട്ടികൾ, നിങ്ങൾ ഇപ്പോൾ +1 പഠിക്കുന്ന
+2 പഠിക്കുന്ന എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ചോദിച്ചു നോക്കിയാൽ മതി. ഈ ക്ലാസ് കണ്ടു പോയി കഴിഞ്ഞാലുള്ള അവർ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്. അങ്ങനെ നിങ്ങളുടെ ജ്യേഷ്ഠത്തിമാരോ ജ്യേഷ്ഠന്മാരോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ പിന്നെ എജുപോർട്ട് ക്ലാസ് കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് നൽകുക. എല്ലാ ആളുകളും, വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നിങ്ങളിത് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതിന് വെച്ച് നിങ്ങൾ മാക്സിമം നമ്മളെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാ ആളുകളും വളരെ നേരത്തെ തന്നെ നമ്മളെ ലൈവിലേക്ക് എത്തുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.